സമയം രാത്രി 11:35. മല്ലു ഡ്രോൺ ട്രാവലറിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഞങ്ങൾ ഷിംലയ്ക്ക് പോവാണ്. പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് ഞങ്ങൾ HRTC തന്നെ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മൾ ഇഷ്ടംപോലെ സീറ്റ് കാണും, പിന്നെ പൈസ ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല, പക്ഷെ നല്ല ലാഭമല്ലേ ഇതിന് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ അടിപൊളി ഒരു HRTC ഉണ്ട്, മറ്റേ AC ഒക്കെ ഉള്ള ഷിംലൊരു വണ്ടി. അപ്പോൾ ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് എന്ന് ചെന്ന് വെച്ചപ്പോൾ അയ്യോ ഇതല്ല കേട്ടോ, നിങ്ങളുടെ വണ്ടി പുറകെ വരുമെന്ന് പറഞ്ഞ് ഞങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇത്ര നേരത്തെ ബസ് നോക്കി നിൽക്കണത്. ഈ ISBT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഒരു എയർപോർട്ട് പോലെ തന്നെയാണ്. കാരണം ഡൽഹിയിൽ നിന്ന് നമുക്ക് ഏത് സ്ഥലത്തേക്ക് പോകാനുള്ള ബസ്സുകൾ ഇവിടെ കിട്ടും. അതല്ല, അത് ഓർഡർ ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ, അതായത് ഇന്ന നമ്പറിൽ വരുന്നത് ഇത്ര ഇങ്ങോട്ടേക്ക് പോകാനുള്ള ബസ്സുകൾ, അതും പല ടൈപ്പുള്ള ബസ്സുകളുണ്ട്. ഇപ്പോൾ HRTC ഉണ്ട്, പിന്നെ പഞ്ചാബ് റോഡിൻ്റെ ഉണ്ട്, അങ്ങനെ പല പല സ്ഥലത്തേക്കുള്ളത്. അതുകൂടാതെ മറ്റേ AC ഒക്കെ ആയിട്ടുള്ളതാണെങ്കിൽ അങ്ങനത്തെ ബസ്സുകളുടെ വേറെ സെക്ഷൻ. അങ്ങനെ മൊത്തം എന്താ പറയുക, ഇവിടെ വരുമ്പോൾ അങ്ങനെ വഴി തെറ്റി പോകുന്നില്ല, കാരണം എല്ലാത്തിനും പക്ക ഓർഡറും കറക്റ്റ് ഇതുമൊക്കെ ഉണ്ട്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ തവണത്തെയും പോലെ തന്നെ ഇതും ഒട്ടും പ്ലാൻ ചെയ്ത് തന്നെ പോയതാണ്. പിന്നെ ഡ്രോൺ ഷോട്ടൊക്കെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഷിബിൻ ഷംഷുദ്ദീൻ വിളിച്ചതുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ വരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഡ്രോൺ ഷോട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, ഞങ്ങളെ ചതിച്ചതാണ് ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്നറിയില്ല, 2 ദിവസം അടിച്ചു വിളിക്കുക നമുക്കെന്നൊക്കെ പറഞ്ഞാണ് വിളിക്കുന്നത്. ഇനി അവിടെ പോയി എന്താണ്, അവിടെ റൂം എടുത്ത് മറ്റേ ഫുൾ ടൈം റെസ്റ്റ് എടുത്ത് കിടക്കുമായിരിക്കുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഞങ്ങൾക്കും നല്ല പ്രതീക്ഷയുണ്ട്. ഷിംല ഒരു തവണ പോയതാണെങ്കിലും നല്ല എന്താ പറയുക, അടിപൊളി ഒരു സ്ഥലമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനും വിഷ്ണുവൊക്കെ പരിചയപ്പെട്ടതിന് ശേഷം എനിക്ക് തോന്നുന്നു ഞങ്ങൾ രണ്ടാമത് പോകുന്നൊരു ട്രിപ്പാണ് ഷിംലയ്ക്ക്. അവിടെ വെച്ചാണ് ഞങ്ങൾ കൂടുതൽ പരിചയപ്പെട്ടതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും ഭയങ്കര സ്പെഷ്യലാണ്. ഞങ്ങളുടെ ബസ് വന്നിട്ടില്ല, 11:40 ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സ്വാഭാവികം. കുറേ നാൾ കൂട്ടാണ് HRTCയിൽ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല. ഈ സ്ലീപ്പറൊക്കെ എടുത്ത് പോയിട്ട് പെട്ടെന്ന് ഈ നമ്മുടെ KSRTCയിലൊക്കെ ഇരുന്ന് പോകുമ്പോൾ ഒരു അവസ്ഥ ഉണ്ടല്ലോ. പക്ഷെ രസമാണ്, ഭയങ്കര സേഫായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. നമുക്ക് നമ്മളൊരു ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ എത്തി. ഇനിയിപ്പോൾ നമുക്ക് അവരുടെ റൂമിലേക്ക് പോകണം. റൂമിലോട്ട് പോയിട്ട് വേണം എന്താണ് പരിപാടി എന്നൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. നമ്മൾ ചായ കുടിക്കാൻ നിന്നതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിരുന്നു അന്ന് പോയ ഒരു ഗുഹയുടെ അമ്പലം, ഗുഹാക്ഷേത്രം. അപ്പം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴേ നല്ല പരിചയമുള്ള സ്ഥലം, പക്ഷെ ഭയങ്കര മനോഹര. അമ്പലത്തിൻ്റെ സൈഡിലുള്ള ബിൽഡിംഗ് ഒക്കെ വേറെയായി, അതൊക്കെ വലുതായി, പിന്നെ കുറേ മുകളിലേക്ക് പണിതു, അതൊരു ഹോട്ടലൊക്കെ ആയി. അപ്പം അങ്ങനെ ഭയങ്കര വ്യത്യാസം. ഇവിടെയൊക്കെ വന്ന് പോയതാണെന്നുണ്ടെങ്കിലും എന്തൊക്കെയോ ഓർമ്മയുണ്ടെന്നാ അത്ര കിട്ടുന്നില്ല. അങ്ങനെ 3 വർഷമായി. ആ ശരി, 3 വർഷമായി അല്ലേ. പിന്നെ നമ്മളന്ന് പാക്കേജ് എടുത്തല്ലേ വന്നത്. അതാ കാറിലിരുന്ന് എല്ലാം പോവുക ചെയ്തത്. ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ശരിക്കും നമ്മൾ കുറേ സ്ഥലങ്ങൾ ശ്രദ്ധിക്കുക. കാണുന്നത് അതായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഒരിക്കലും അല്ല, താഴെ കാണുന്ന ലോക്കൽ സെറ്റപ്പിലായിരിക്കും എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ റൂമിൽ തിരിച്ചു വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ക്ലീനിങ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കുവാണ് അല്ലേ. നമ്മൾ അടുത്ത എങ്ങോട്ടാ? കുഫ്രിയിൽ അല്ലേ. കുഫ്രിയിൽ പക്ഷെ സ്നോ ഉണ്ടോന്ന് അറിയില്ല, പക്ഷെ ഞങ്ങള് ഉണ്ടാവുന്നുള്ളൊരു പ്രതീക്ഷയിൽ പോവാണ്. ഈത്ത ഏതാട്ടെ ഇത് 2 അപ്പം മേളിലേക്ക് ഉണ്ടാവും, അവിടെ ഉണ്ടെന്ന് അറിയാം. പോയി നോക്കിട്ടോ. ഇതേ വെള്ളത്തിൽ മുക്കി വയ്ക്കുമ്പോണ്ടല്ലോ അങ്ങനെ ചുങ്ങി വരും, അത് ഉണങ്ങുമ്പോ വിടർന്നും വരും. കഴുകിയെടുക്കാം. എത്ര നാളത്തെ ആഗ്രഹമാണ്. ഞാൻ പക്ഷെ വിചാരിച്ചവിടെ ഉണ്ടാവില്ല. നമ്മൾ എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും ഇത് കിട്ടുമോ എന്ന് നോക്കും. ഗ്രഹനൊക്കെ പോകുമ്പോ ഇപ്പോഴാണ് കിട്ടിയത്. കാണിച്ചേ, അങ്ങനെ ഞാൻ കാട്ടിൽ പോയി വേട്ടയാടിക്കൊണ്ടുവന്നാണത്. ഇത് പണ്ട് ബെറ്റ്സി പാർവതി വാലി പോയിട്ട് വന്നപ്പോൾ വീട്ടിൽ നല്ല രസമുള്ളൂ. ഇതൊന്നും അല്ല, ഇതിനേക്കാളും നല്ല ഭംഗിയുള്ളവരെ കൊണ്ടുവന്നേ.
അപ്പം ഞാൻ അയ്യോ നമുക്ക് മുമ്പ് എവിടെയെങ്കിലും കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ സ്ഥലത്ത് പോയപ്പോഴൊക്കെ നോക്കി ഗ്രഹനിലൊക്കെ നോക്കി, പക്ഷെ എവിടെയും കിട്ടിയില്ല. ഇവിടെ ഞാൻ വെറുതെ റാൻഡമായിട്ട് നോക്കിയപ്പോൾ ആരോ കളഞ്ഞിട്ടാന്നിരുന്ന് നോക്കിയപ്പോൾ അതിന് മുകളിൽ നിറയുണ്ട്. ഞാൻ പിന്നെ ചെരുപ്പിടാത്തതുകൊണ്ട് ഇത്രേ കിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് ചെരുപ്പൊക്കെ ഇട്ട് വീട്ടിൽ പോയി നോക്കാം. നമുക്ക് നാട്ടിൽ ചെല്ലുമ്പോൾ അയച്ചു കൊടുക്കാം. ഞങ്ങളുടെ ഒരു സൗകര്യമായിട്ട് കൊടുത്തേ അത്രക്കൊക്കെ ഉള്ളു. വാ കച്ചിഘട്ടിയിലായിരുന്നു നമ്മൾ റൂം എടുത്തത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ കുഫ്രിയിലേക്കുള്ള വഴിയിലാണ്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ കുറച്ചേരം ബ്രേക്ക് എടുത്താണ്. എനിക്ക് തോന്നുന്നു കച്ചിഘാട്ടിൽ നിന്ന് ഏകദേശം ഒരു 14 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടായിരുന്നു കുഫ്രിയിലേക്ക്. ഇപ്പോൾ ഒരു പകുതി ദൂരം നമ്മൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതുവരെ വന്നപ്പോഴുള്ള പോലത്തെ എക്സ്പീരിയൻസ് അല്ല. ബൈക്കിൽ വരിക എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ക്ലൈമറ്റായിട്ട് ഭയങ്കരമായിട്ട് സിങ്ക് ആവുന്നു, അല്ലെങ്കിൽ കാഴ്ചകളൊക്കെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും ഓരോ നമ്മൾ നില കൂടുതൽ വരുന്നതോറും നല്ലോണം തണുത്ത് വരുവാണ്. എൻ്റെ കൈയൊക്കെ ഇപ്പോൾ ഐസ് പോലെ മരവിച്ചു. കുഫ്രിയിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എന്തോ 2 ഡിഗ്രിയോ 6 ഡിഗ്രിയോ എന്തോ ആണ് രാവിലത്തെ ടെമ്പറേച്ചർ കാണിച്ചത്. ഉച്ചയ്ക്ക് എനിക്ക് തോന്നുന്നു 15 ഡിഗ്രി വരെ താഴ്ന്നിട്ട് വീണ്ടും അതിനേക്കാളും പിന്നെ താഴുമെന്നാണ്. അറിയില്ല കുഫ്രിയിൽ മഞ്ഞുണ്ടോയെന്ന് അറിയില്ല. മഞ്ഞുണ്ടെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോകുന്നത്. എല്ലാ തവണ പറ്റണ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് എല്ലാം വീക്കെൻഡ്സിലായിരിക്കും. ഇന്ന് തന്നെ എന്തൊരു ബ്ലോക്കായിരുന്നു പറയുക. താഴേന്ന് മേളിലേക്ക് കയറുന്ന ആ റോഡ് മൊത്തം നല്ല വണ്ടികളായിരുന്നു. പിന്നെ ഇഷ്ടം പോലെ ബസ്സുകളും ഒരു ചെറിയ സ്ഥലമല്ല. ചെറിയ സ്ഥലം എന്ന് മാത്രമല്ല, വീക്കെൻഡ്സിൽ എപ്പോഴും ഭയങ്കര കൺജസ്റ്റഡ് ആണ് ഇവിടുത്തെ റോഡുകൾ. അതാണ് ആകെ നമുക്കൊരു അതാ. കാരണം ബൈക്കിലൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ നിർത്തി വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ റൈഡ് അടിപൊളിയല്ലേ, നല്ല രസമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോണേ. ഒന്നാമത് ഞാൻ ഇപ്പോൾ മറ്റേ ഹിൽ സ്റ്റേഷൻ പോലത്തെ സ്ഥലത്തൊന്നും ബൈക്കിൽ പോയിട്ടില്ല. അല്ലാതെ തന്നെ ബൈക്കിൽ ഇങ്ങനെ പോയിട്ടില്ല. അപ്പം അതാ കിടിലം, അടിപൊളി. ഇതെല്ലാം എഴുതപ്പെട്ടതല്ലേ? കഴിഞ്ഞ ആഴ്ച എന്നെ അറിയാമായിരുന്നോ? ഇല്ല അല്ലേ? ഈ ആഴ്ച ഞാൻ ഇല്ലാതെ ട്രിപ്പ് പോകാൻ പറ്റാത്ത അവസ്ഥയായില്ലേ? ഇല്ല. നമ്മൾ മറ്റേ കുതിരപ്പുറത്താണല്ലോ പോണേ. അപ്പം അതിന് മുമ്പ് ആ പോയിന്റിലേക്ക് ഇവരുടെ വണ്ടിയിൽ നമ്മളെ ഫ്രീ ആയിട്ട് കൊണ്ടുവന്നാക്കും. പിന്നെ കുതിരപ്പുറത്ത് അവിടം വരെ പോയി നമ്മൾ സ്വന്തമായിട്ട് സൈറ്റ് സീയിങ് ഒക്കെ കണ്ട് തിരിച്ചു വരാൻ ഒരാൾക്ക് 500 രൂപ. അത് കഴിഞ്ഞ് പിന്നെ മറ്റേ സിംഗിൾ സിപ്പ് ലൈന് മറ്റേ ബ്രിഡ്ജ് വാക്കിങ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ആപ്പിൾ ഗാർഡൻ, അങ്ങനെ കുറേ സാധനങ്ങൾ. അതെല്ലാം ആണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 1000 രൂപ, ഇൻക്ലൂഡിങ് കുതിര അല്ല. പക്ഷെ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യും, എല്ലാം ഉണ്ട്. റെഡിയാണോ? യെസ്. എന്റെ മനസ്സിലിപ്പോ മറ്റേ ഗെയിം ഓഫ് ത്രോൺസിലെ മ്യൂസിക് മാത്രമേ ഉള്ളൂ. പണ്ട് ഒരു കുതിരപ്പുറത്ത് ഞങ്ങൾ താഴെ ഒരു പോയിന്റ് എത്തി കഴിഞ്ഞപ്പോൾ അവര് ഇത്ര ദൂരം മാത്രമേ വണ്ടി കൊണ്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഇനി അവിടെ നിന്ന് അവരുടെ അസോസിയേഷന്റെ ഫ്രീ വണ്ടിയും പിന്നെ നമ്മൾ മൊത്തം 500 രൂപ എടുത്ത് കഴിയുമ്പോൾ കുതിരയുടെ പുറത്ത് ടോപ്പിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് ഇറക്കുകയും ചെയ്യും. മെത്തി സ്ഥലം എത്തി. അന്ന് നമ്മൾ വരുമ്പോ ഇവിടെയൊക്കെ എന്തൊരു മഞ്ഞായിരുന്നു അല്ലേ? അതാ ഇപ്പം ഡ്രൈ ആയിട്ട് കിടക്കുന്നു. കുഫ്രി ആകെ മാറിപ്പോയി. സ്വാതി, മുന്നിൽ പോകുന്ന കുതിരയുടെ പേരെന്താണ്? മൈക്കിൾ. അതിന് പുറകിൽ പോകുന്നത് ബാദൽ. അത് കഴിഞ്ഞ് ടിക്കു. അത് കഴിഞ്ഞ് ലിയോ. എന്റെ കുതിരയുടെ പേര് രാജ. നമ്മുടെ കുതിരക്കാരൻ ഭയ്യ. നമ്മളിവിടെ 50 രൂപ ഫോറസ്റ്റിലേക്ക് കയറുന്നതിന് കൊടുക്കുകയാണ് കേട്ടോ. ഒരാൾക്ക് 50 രൂപ വെച്ച് കൊടുക്കണം ഇവിടെ അകത്തോട്ട് എൻട്രി കിട്ടണമെന്നുണ്ടെങ്കിൽ. ഭയ്യ
तेज नहीं बोलो आप बोलो എന്ത് പോലോ मैं डर है अरे डर सबको लगता है गला सबका सूखता है എന്ത് പറയുന്നത് ഇവൻ പദ്യം കണക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, പേടിയൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. डर सबको लगता है गला सबका सूखता है डरना नहीं है ഞാൻ ഇറങ്ങിയിട്ട് നിങ്ങൾ ഇറങ്ങിയാ മതി. ഓക്കെ, എന്താണ് പുള്ളി പോയിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരാം. പുള്ളി പോയിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു 1/2 മണിക്കൂർ മുമ്പ് പുള്ളിനെ വിളിക്കണം. ബൈ ബൈ ബൈ. അന്ന് വന്നപ്പോ ഇവിടെ എല്ലാം ഞാൻ മറ്റേ മഞ്ഞില് ഊർന്ന് കളിച്ച സ്ഥലമാണ്. ഇപ്പൊ മൊത്തം വരണ്ട ഭൂമിയായിട്ട് കിടക്കുക. മഞ്ഞില്ലാത്തപ്പോ വേറൊരു സ്ഥലം. ഇവിടെ എല്ലാം അതിന്റെ പരിപാടി കേട്ടോ. അമ്പും വില്ല്, തോക്ക്. നമ്മൾ ഇതുവരെ മലയാളികളൊന്നും കണ്ടില്ലല്ലേ? സാധാരണ ഒരു മലയാളിയെ കാണേണ്ട സമയം കഴിഞ്ഞു. അതെ, അന്ന് വന്ന കുഫ്രിയാണ് എനിക്കിഷ്ടം. അതാകുമ്പോൾ ഇങ്ങനെ ഓടി നടന്ന് ചാടി മറിയായിരുന്നു. ഇതിപ്പോ സത്യം പറഞ്ഞാൽ മഞ്ഞില്ലാത്ത മരുഭൂമി. നമ്മള് മഞ്ഞുള്ളപ്പോ വരണം, ഒരു ജാനുവരി ഫെബ്രുവരി അല്ലേ? മല്ലുവിന്റെ വ്ളോഗൊക്കെ സ്റ്റാൻഡേർഡ്, എന്റെ വ്ളോഗ് അലമ്പ്. കണ്ടില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രേക്ഷകരോട്, ഞാനൊരു കൂറയാണ്. ഇതൊക്കെ ഞാൻ ഇടും കേട്ടാ. നിന്റെ വ്ളോഗിലൊക്കെ ഞാൻ ഞങ്ങളുടെ കുളിസിയും വരെ ഇങ്ങനെ എടുത്തിട്ടേക്കും. ഈ ഇറങ്ങുമ്പോഴാണ് കേട്ടോ പേടിയാവുന്നേ. ഞാനാണെങ്കിൽ ഷിബിൻ ബ്രോ സോണി ക്യാമറ പിടിച്ചിരിക്കാമെങ്കിൽ എനിക്ക് ഈ ഫോൺ പിടിച്ചിരിക്കാന്നുള്ള ധൈര്യത്തിലാണ് ഇരിക്കുന്നത്. മോട്ടിവേഷൻ. बाय बाय, थैंक यू भैया. नेक्स्ट टाइम फिर ओके, ठीक है, बिल्कुल मिलेगा. बाय बाय. പേടിയായോ? ആദ്യം കാരണം നല്ല സ്റ്റീപ്പായിട്ടുള്ള ഇറക്കമായപ്പോൾ ചെറുതായിട്ട് പേടിയായി. പക്ഷെ പിന്നെ നമ്മൾ യൂസ്ഡ് ആയി. പിന്നെ നമ്മൾ അവരോടൊക്കെ കഥയൊക്കെ പറഞ്ഞ് കുതിരയുടെ കാര്യമൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുതിരകളായിട്ട് ഭയങ്കര കണക്ട് ആയി. നമ്മൾ കുതിരകളായി മാറി. നമുക്ക് അവരുടെ കഥയൊക്കെ കേട്ടു. അങ്ങനെ മറ്റേ ആ കുതിരയ്ക്ക് വേറൊരു ഭാര്യയുണ്ട്, കുട്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരുടെ കഥയൊക്കെ പറഞ്ഞ് പെട്ടെന്ന് എത്തിയ പോലെ തോന്നി. കാരണം നമ്മൾ അവരോട് ഇങ്ങനെ സംസാരിച്ച് പോന്നപ്പോഴത്തേക്കും കഥ പറഞ്ഞു വന്നപ്പോഴത്തേക്കും താഴെ എത്തി. അത്ര രസമായിരുന്നു. നമ്മളാണെങ്കിൽ മാൾ റോഡ് പോകാൻ വേണ്ടിയിട്ടാണല്ലോ ഇരുന്നത്. പക്ഷെ എന്താ പറയുക, ഈ ഒരു ചിക്കന് വേണ്ടി അത് മാറ്റി വെച്ചു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. ഓൾറെഡി കുഫ്രി പോയി വന്നപ്പോഴത്തേക്കും 6 മണിയൊക്കെ 5 മണി എന്തോ 5:30 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അപ്പോഴത്തേക്കും നല്ലോണം ഇരുട്ടിയായിരുന്നു. പിന്നെ അത്രയും ദൂരം ഇവിടെ വരെ ഓടി വന്നിട്ട് പിന്നെ മാൾ റോഡിൽ പോയി വരുമ്പോഴത്തേക്കും ഒരുപാട് ലേറ്റാവും. അപ്പം ഈ ചിക്കൻ മിസ്സാവും. വേറെ എന്ത് മിസ്സാക്കിയാലും ഇത് മിസ്സാവാൻ പാടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓർത്തു എന്നാൽ മാൾ റോഡ് സ്കിപ്പ് ചെയ്ത് മാൾ റോഡ് നാളെ പോവാം, ചിക്കൻ കഴിക്കാൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നിട്ടാണ് പരിപാടികൾ ആരംഭിച്ചത്. ചിക്കൻ നമ്മുടെ മാസ്റ്റർ പീസ് ഐറ്റം, നമ്മുടെ എല്ലാ വീഡിയോയിലും ഉള്ള ചിക്കൻ അത് നമ്മൾ ഇവിടെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്നു. എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി അല്ലേ? വിഷ്ണുവിന് വേണ്ടി ഞങ്ങൾ ഇതിനാണ് വന്നത് കേട്ടോ. ഞങ്ങൾ ഷിംല വരെ വന്നത് തന്നെ ഈ ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് നമ്മളെ എന്താണ് വിളിച്ചത്. ഇതും ഡ്രോണിന്റെ വിഷുവും തരാന്നായിരുന്നു പറഞ്ഞത്. തരും. മറ്റേത് ഞാനല്ല എൻ്റെ ഒടേക്കാരൻ, അത് ഒടേക്കാരൻ്റെ അടുത്ത് ചോദിക്കണോ.
ലൂസിഫറിനെ കുറിച്ച് ചോദിച്ചപ്പം പൃഥ്വിരാജ് പറഞ്ഞ പോലെയാണ് ബിബിലേട്ടൻ പറഞ്ഞത്. വലിയ അമിത പ്രതീക്ഷകളൊന്നും ഇല്ലാത്തൊരു കൊച്ചു പടമാണ് എൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു ചിക്കൻ കറിയാണ് എൻ്റേതെന്ന്. പക്ഷേ റിസൾട്ട് വരുമ്പോഴാണ് ഞെട്ടിക്കാൻ പോണത്. നമ്മളാണെങ്കിൽ ആ വ്ളോഗ് കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ക്രേവ് ചെയ്യുമായിരുന്നു ചേട്ടാ. ഈ സാധനം നമ്മൾ മിസ് ചെയ്തല്ലോ എന്ന്. എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നില്ല അപ്പൊ ഷിംല വന്നിട്ട് ഇത് ചെയ്യുമെന്ന് കേട്ടോ. ആ ഷിംല വരുമെന്ന് വെച്ചപ്പോ ഞാൻ അതാ ചോദിച്ചത്, ഈ ചിക്കൻ വെച്ചിരാങ്കിൽ വരാം. ഞാൻ വന്നത് അതിനാ. ഞങ്ങൾ ഈ ചിക്കൻ കഴിക്കാൻ വേണ്ടി ഷിബിൻ ശംഷീന്റെ ഡ്രോണൊക്കെ മറക്ക്, ഞങ്ങൾ ഈ ചിക്കൻ കഴിക്കാൻ വേണ്ടി മാത്രം. അത് അജിത്തൊക്കെ ആത്മാർത്ഥ ഒരു പണിയെടുക്കുന്ന ചിക്കൻ ഇല്ലേ, ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള, ക്യാപ്സിക്കം, ഉരുളക്കിഴങ്ങ്. ഇനി എന്തെങ്കിലും? അതാണ് ശിവശംശയും കണ്ട ശബ്ദം. എല്ലാവരുടെ കീഴെ പോയി പണിയെടുത്ത് തെളി കേട്ട് മാസം ഇപ്പൊ കഴിവില്ലാത്തവർ എന്ത് ചെയ്യും? അവിടെ ഒന്ന് പറഞ്ഞ കഴിവില്ലാത്ത എല്ലാവർക്കും അവരുടേതായ കഴിവുണ്ട്. കണ്ടുപിടിക്കുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക, കഷ്ടപ്പെടുക. മൂഞ്ഞട്ടെ. എന്താ ഷിബിൻ ശംഷീനെ അതാരാന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഞാൻ അൺസെൻസേർഡ് വേർഷൻ ഇടണോ എന്റെ ചാനലില്? പേർക്കാട്ടില് ചിക്കൻ വെന്തില്ലെന്നാണ് പറയുന്നത്. കുറച്ചു നിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞേ? ക്യാമറ ഓൺ ആക്കിയപ്പോ മാറിയത് കണ്ടില്ലേ? അതാ ഇനി ഓടി ക്യാമറ വെച്ച നല്ല ഫേക്കാന്നേ ഇല്ലേ? ഇനിയിപ്പോ ഇത് രണ്ടാമത് നമ്മൾ നാളെ പുഴുങ്ങി തിന്നേണ്ടി വരും. രാവിലെ കണ്ട മലയെല്ലാം കയറി ഞാൻ പറക്കി കൊണ്ടുവന്ന സൊവനീറാണ് ആ കത്തി വെണ്ണീറാവുന്നത്. പിന്നെ ഇതെല്ലാം ചിക്കന് വേണ്ടിയില്ലെന്ന് ഓർക്കുമ്പോഴാണ് ഒരു സമാധാനം. വീഡിയോയിലൊക്കെ കാണുമ്പോൾ 20 മിനിറ്റ് ഉണ്ടെങ്കിൽ തീരും. ഇപ്പൊ 2.5 മണിക്കൂറായി. മണമുണ്ട്. ഇപ്പോഴേ നല്ല മണമല്ലേ? ഇപ്പൊ വെന്ത് കേട്ടോ. ഇതായിരുന്നു ഈ ദിവസത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് പാട്ട്. അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനം. അതിൻ്റെ ഉള്ളിലെ വെജിറ്റബിൾസിൻ്റെ അകത്തൊക്കെ ഫ്ലേവറൊക്കെ പിടിച്ചിട്ട് ഒരു രക്ഷയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ വൈൻഡപ്പ് പറയാനുള്ള മൂഡില്ല. അത്രയും പെട്ടെന്ന് കഴിക്കണം എന്നുള്ളൊരു ആക്രാന്തത്തിൽ നിൽക്കുകയാണ്. വീണ്ടും കാണുന്നവരെ ബൈ ബൈ.